വെല്ലുവിളിയാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ്. ആ ഇസ്ലാമിന്റെ ആശയത്തെ നേരെ തകിടം മറിച്ചിട്ട് അല്ല പള്ളിയാണ് ഖൈറ് എന്നൊരു പുതിയ മതം സ്ഥാപിക്കുകയാണ്. ആ പുതിയ മതം സ്ഥാപിക്കുന്നത് കറാഹത്തല്ല, ഹറാമാണെന്ന് പറഞ്ഞാൽ പോരാ, വാസ്തവത്തിൽ അത് കുഫറിലേക്ക് എത്തിച്ചേരാൻ കാരണമാകുന്ന വിഷയമാണ്. പടച്ച റബ്ബിന്റെ ദീനിനെ നേരെ തിരിച്ച് മറിച്ച് ദീനങ്ങ് നശിപ്പിച്ചു കളയുകയാണ്. അപ്പൊ അവിടെ കറാഹത്ത് എന്നല്ലേ ഫതുൽ മുഅ്മിനിൽ പറഞ്ഞത്, അല്ലെങ്കിൽ തഫ്സീൽ പറഞ്ഞു. അല്ലാഹു തആല ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹ് നല്ലവനാണ്, നല്ലതല്ലാതെ അല്ലാഹ് ഖബൂൽ ചെയ്യുകയില്ല. ഓ സഹോദരാ, ചാണകക്കുണ്ടിൽ നിന്ന് അത്തർ കിട്ടുമോ? ചാണകക്കുണ്ടിൽ നിന്ന് അത്തർ വിളയുമോ? ശബത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല 1-ാം നമ്പർ പഴം കിട്ടുമോ? ബിദ്അത്തിൽ നിന്ന് ഹിദായത്ത് കിട്ടുമോ? ബിദ്അത്തിൽ നിന്ന് തഖ്വയുടെ വെളിച്ചം കിട്ടുമോ? ബിദ്അത്തിൽ നിന്ന് ഇൽമിന്റെ നൂറ് കിട്ടുമോ? അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതങ്ങ് ഒഴിവാക്കിയിട്ട് പകരം അത് മുടക്കിയിട്ട് അത് ചെയ്യുന്നവർക്ക് നിരുത്സാഹപ്പെടുത്തുന്ന വിധം അതാ പുതിയൊരു പ്രസംഗം കൊണ്ടുവന്നാൽ വാസ്തവത്തിൽ അത് മതത്തെ ചോദ്യം ചെയ്യലല്ലേ, മതത്തെ ധിക്കരിക്കലല്ലേ, മതത്തിനെ ചോദ്യം ചെയ്യലല്ലേ. പക്ഷേ ഈ ജാഹിലായ മുസ്ലിയാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഉപയോഗിക്കുന്നത് ഹറാമാണ് എന്നതിന് ഫിഖ്ഹിന്റെ കിതാബിൽ തെളിവ് കൊണ്ടുവരാമോ? നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് നടപ്പാക്കിയതിനെ ചോദ്യം ചെയ്യുമ്പോ, നമ്മുടെ മുൻഗാമികളെക്കാൾ കൂടുതൽ അറിവെനിക്കാണെന്ന് ഒരാൾക്ക് തോന്നിപ്പോകുമ്പോ ദീന് മുഴുവനും അപകടത്തിലാകുന്നു, ദീനിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും നശിക്കുന്നു, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് മനുഷ്യൻ ചാടി വീഴുന്നു, മനുഷ്യന്റെ ഈമാൻ തന്നെ നശിച്ചു പോകുന്നു. മൻ അഹ്ദസ ഔ അവാ മുഹദ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. പുത്തൻവാദിയായാൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, പുത്തൻവാദിയെ കൂട്ടുപിടിച്ചാൽ അല്ലാഹുവിന്റെ ലഅനത്തവനുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവമഹാന്മാരെ ലഅനത്തുമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മെ ഉണർത്തി. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ. ഫർളായ അമലും അല്ലാഹ് സ്വീകരിക്കൂല, സുന്നത്തായ അമലും അല്ലാഹ് സ്വീകരിക്കൂല. പുത്തൻവാദിയായാൽ, പുതിയ ആശയക്കാരനായാൽ പിന്നെ അവന്റെ ഫർളും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല. അതുകൊണ്ട് സഹോദരന്മാരെ, സർവ്വ അമലുകളും അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അമല് സ്വീകരിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ആ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കാൻ പ്രഗത്ഭരായ ആലിമീങ്ങൾ വളർന്നു വരണം. ആലിമീങ്ങൾ വളരാൻ നമ്മുടെ കോളേജുകളിലും ദർസുകളിലുമൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ദുന്യവിയായ ചിന്തകളിലേക്കൊന്നും കടക്കാതെ ദീനല്ലാത്ത കാര്യത്തിന് വേണ്ടി പഠിക്കപ്പെടുന്ന കാലം വരുമെന്ന് ഖിയാമത്ത് നാളിന്റെ അലാമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പഠിക്കേണ്ടത് ജോലിക്ക് വേണ്ടിയല്ല, പഠിക്കേണ്ടത് സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, പഠിക്കേണ്ടത് ജനങ്ങളെ അംഗീകാരത്തിന് വേണ്ടിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീന് അത് പഠിക്കൽ എനിക്ക് ആവശ്യമാണ്, അതെന്റെ ജീവിതത്തിൽ പകർത്തണം, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതിലൂടെ മനുഷ്യൻ മരിച്ചാൽ എല്ലാം നിന്നുപോയി. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ നിലനിൽക്കുന്നു. സദഖത്തിൻ ജാരിയ, ഒന്ന് എന്നും നിലനിൽക്കുന്ന സദഖയാണ്, വഖഫുകളാണ്, നിലനിൽക്കുന്ന ദാനങ്ങളാണ് സദഖാരിയ. കോളേജുകളും പള്ളികളും യതീംഖാനകളും അഗതി മന്ദിരങ്ങളും അതുപോലെ മദ്രസകളുമൊക്കെ ഉണ്ടല്ലോ, നിലനിൽക്കുന്ന സദഖയാണ് സദഖത്തിൻ ജാരിയ. വഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരം ലഭിക്കുന്ന വിജ്ഞാനം. പഠിപ്പിച്ചവൻ മരിച്ചുപോയി, പക്ഷെ അദ്ദേഹത്തിൽ പഠിച്ചവൻ ഇപ്പോഴും ആ ഇൽമനുസരിച്ച് ജീവിക്കുന്നു. പഠിച്ചവൻ വേറെ ഒരാളെ പഠിപ്പിക്കുന്നു, അവനും ഇൽമനുസരിച്ച് ജീവിക്കുന്നു, അവൻ വേറെ ഒരാളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇൽമിങ്ങനെ അനന്തരമായി
നിരന്തരമായി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആദ്യം പഠിപ്പിച്ച ഉസ്താദിന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ മുൻഗാമികളെ പവർ നമ്മൾ കാണേണ്ടത്. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽഫിയുടെ തുടക്കത്തിൽ തന്നെ അതാ ബറക്കത്തിന് വേണ്ടിയുള്ള ഹംദും മറ്റുമൊക്കെ പറഞ്ഞതിന് ശേഷം മുൻഗാമികളായ ആളുകളെ അവരെ ബഹുമാനിക്കൽ നിർബന്ധമാണ്, അവരെ ബഹുമാനം പറയൽ ആവശ്യമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് എത്ര വലിയവനായാലും മുൻഗാമിയുടെ ബഹുമാനം തന്നെ. എന്റെ അവതരണം എത്ര നന്നായാലും, എന്റെ ഗ്രന്ഥത്തിന്റെ രചന എത്ര കോർവ ഉഷാറായാലും, എന്റെ കിതാബ് എത്ര ഉഷാറായാലും മുൻഗാമി തന്നെ. അൽഫിയിൽ തന്നെ തുടക്കത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആ വിശ്വാസം ഒരിക്കലും തന്നെ ഫാദേ ഇബ്നു മുത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അൽഫിയേക്കാൾ എന്റെ അൽഫി ഉഷാറുണ്ടെന്ന് പറയുമ്പോ മുതഅല്ലിമീങ്ങളെ മനസ്സിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ചോർന്നു പോകരുത്. മുൻഗാമികളെ നമുക്കൊന്നങ്ങ് താഴ്ത്തിക്കളയാമെന്ന് തോന്നിപ്പോകരുത്. മുൻഗാമികൾക്ക് തന്നെയാണ് ബഹുമാനമെന്നത് അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം. അതുകൊണ്ടല്ലേ ഇബ്നു മാലിക് റഹിമഹുല്ലാ വഹുവ ബിസബ്ഖിൻ ഹൈസുൻ തഫ്ളീല മുസ്തൗജിബുൻ സനാഇയൽ ജമീല. മുൻഗാമിയായ മഹാൻ തന്നെ ഇബ്നു മുത്ത് വലിയ മഹാൻ തന്നെ. അവരെ പുകഴ്ത്തി പറയൽ എനിക്ക് നിർബന്ധം തന്നെ. എവിടെയും മുൻഗാമികളെ ആദരിച്ച്, മുൻഗാമികളെ പിന്തുടർന്ന്, മുൻഗാമികളെ ആദരിച്ച് അവരെ മഹത്വം പറഞ്ഞ് അവരെ സ്നേഹിച്ച് ജീവിച്ച് മരിക്കണം. ഞാൻ എന്റെ വാക്കുകൾ